വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് പുറത്തോട്ടിറങ്ങി. നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടൊരു ജ്യൂസ് കുടിക്കാൻ കരുതി. നമ്മൾ ജ്യൂസും ഒരു ഓറിയോ ഷേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ടായിരുന്നു. കുഴപ്പമില്ല, രണ്ടും കൂടി കുടിക്കുമ്പോൾ മധുരം തോന്നുന്നില്ലെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. നമുക്ക് ബിരിയാണി ഉണ്ടായിരുന്നു, ഗീ റൈസ്, പനീർ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല പോലെ കഴിച്ചു. വിശപ്പുണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ തണ്ണിമത്തൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ എടുക്കുമായിരുന്നു. നമ്മൾ പിച്ചാത്തി കൊണ്ടുവരാൻ മറന്നു. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ തോണ്ടി എടുത്തിട്ടിട്ടുണ്ട്. കാണുമ്പോൾ കൊതിയാവുന്നു. എന്നാൽ ഈ ചൂടത്ത് കഴിക്കാൻ നല്ലതാണല്ലോ. അങ്ങനെ നമ്മൾ മിൽക്ക് മെയ്ഡ് ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ കഴിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. അപ്പോൾ ഞാൻ കരുതി മിൽക്ക് മെയ്ഡും തണ്ണിമത്തനും കൂടി കൂട്ടിയിട്ട് കഴിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ തണ്ണിമത്തനിൽ സാധാരണ നമ്മൾ പാലൊക്കെ ഒഴിച്ചിട്ട് കസ്കസൊക്കെ ഇട്ടിട്ടൊരു സംഭവം ഇല്ലേ, അതിൻ്റെ അതേ ടേസ്റ്റാണ്. കാര്യം ഇതൊന്ന് കലങ്ങി വരുമ്പോഴത്തേക്കും ആ ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പൊതുവേ ഞാൻ ഭയങ്കര മധുരം അഡിക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടിട്ട് എനിക്ക് എന്ത് മധുരം ഞാൻ കഴിക്കും. അപ്പോൾ എനിക്ക് മിൽക്ക് മെയ്ഡൊക്കെ വെറുതെ കോരി കഴിക്കും. അപ്പം നമ്മളിത് എന്താ ഉണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ചാണ്. അപ്പം അതിൻ്റെ ബാക്കി ഇരുന്നതാണ്. അപ്പം ഒരു ഐഡിയ തോന്നിയിട്ട് വെറുതെ ഒഴിച്ചിട്ട് കഴിച്ചു വയ്ക്കുകയാണ്. പിന്നെ കസ്കസും എനിക്ക് എൻ്റെ ഫേവറേറ്റാണ്, മിൽക്ക് മെയ്ഡും ഫേവറേറ്റാണ്. അപ്പോൾ കുറച്ചധികം തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾക്കില്ല മത്ത് പിടിച്ച പോലെ ആവും. മധുരം ഓവർ കഴിക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പം ഇന്ന് എത്രയൊക്കെ ഉള്ളൂ.